വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര വെയിലല്ലേ, പുറത്തു പോകാമെന്ന് വിചാരിച്ചു. എവിടെയല്ല, അവിടെ അടുത്ത് ബീച്ചിൽ. അപ്പോൾ നമ്മളെല്ലാവരും ബീച്ചിൽ പോകണം ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചാൽ. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി ബീച്ചിലെത്തി. കുറേ ദിവസമായിട്ടോ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ എവിടെയും പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ആൻറ്റിയും കൂടി വന്നാൽ എന്നാൽ പിന്നെ ബീച്ചിൽ പോകാമല്ലോ എന്നുള്ള ആ ഒരു മൈൻഡ് വന്ന് അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി വേഗം ബീച്ചിലേക്ക് കയറി. പക്ഷെ നമ്മൾ നേരത്തെ പോയിക്കുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ സ്കൈയൊക്കെ ഫുൾ അടിപൊളി ബ്ലൂ ഷെയ്ഡായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ കടൽ കണ്ട പാട് മിഫെ ആൻറ്റി എടുത്ത് ചാടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് വെള്ളം നനയ്ക്ക് കുറച്ച് മടി കാരണം കഴിച്ച് ഞാൻ കുറച്ച് ബാക്കോട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സ്കൈയൊക്കെ ഫുൾ ബ്ലൂ ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡായിരുന്നു സ്കൈ. ഈ ഷാഡോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ് എത്ര വെയിലെത്താണ് നമ്മൾ പോയത്. ബട്ട് നല്ല വെയിലൊന്നും ഇല്ലായിരുന്നു. ഒരു 4 മണിക്ക് ശേഷമൊക്കെ ആയിട്ടാട്ടോ നമ്മൾ പോയത്. പക്ഷെ അപ്പോഴും സ്കൈ ഭയങ്കര ബ്ലൂ ആയിട്ടും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ആ പാലത്തിൻ്റെ അടിയിൽ പുഴ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ അവിടെ ഫുൾ ബണ്ട് കെട്ടിയിരിക്കുന്നു. ഒരു ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ വെള്ളത്തിന് ഒഴുകി പോകുന്ന, ആ പുഴയിലേക്ക് കടത്തി വിടാമെന്ന ലെവലിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആ പുഴൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങി കളിക്കാൻ സമ്മതിക്കും കേട്ടോ. ആദ്യമൊന്നും ആ സൈഡിലേക്ക് ഇറങ്ങി കളിക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താണ്, ഇപ്പുറത്തെ സൈഡിൽ കണ്ട അപ്പുറത്തെ സൈഡിൽ പുഴയല്ലേ, ഒലിച്ച് പോയ 2 സൈഡിലേക്ക് പോകാൻ ചാൻസ് കൊടുത്തില്ല. ഇപ്പോൾ ബണ്ട് കെട്ടിയോണ്ട് വലിയ സീനില്ല, നമ്മളെന്തായാലും കരക്കി അടിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ആ സൈഡിലെ വെള്ളം ഭയങ്കര ക്ലിയർ ആയിരുന്നു കേട്ടോ. കടലിൽ നിന്ന് വന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് അടിച്ചിട്ട് നല്ല വൃത്തിയുള്ള വെള്ളമായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേഘം മൂടി നിൽക്കുന്ന ഈ ഒരു ടിൻഡിൽ പ്രഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ, അടിപൊളിയായിരുന്നു. അങ്ങനെ മേഘത്തിൻ്റെ ഉള്ളിലോട്ട് വിളിച്ച് അങ്ങനെ ഗൈസ് നമ്മൾ ബീച്ചിനോട് ടാറ്റ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. അപ്പോഴാണ് നമ്മൾ ഹെലികോപ്റ്ററെ കണ്ടത്. ആ ലൈനിലോടുന്നൊരു കുഞ്ഞ് ബസ്സാട്ടോ ഇത് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. പിന്നെ നമ്മൾ കയറി, പിന്നെ ആൾക്കാരൊക്കെ വന്ന പാട് ഇതെടുത്തു. ആൻഡ് ടാറ്റ ബൈ, സീ യു ഗൈസ്.